ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. കുറച്ചു കാലമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ചർച്ചാ വിഷയമായി വന്നുകൊണ്ടിരിക്കുന്ന വാഹനമാണ് നമ്മുടെ പുതിയ ടാറ്റ കർവ്. ഈ വാഹനത്തിൻ്റെ പേര് ഇതായിരിക്കും എന്ന് കൺഫേം ആയിട്ടില്ല, പക്ഷേ കുറച്ച് ന്യൂസൊക്കെ വരുന്നുണ്ട്. മിക്കവാറും പഴയ പോലെ ആയിരിക്കില്ല. നമുക്ക് ഈ ടാറ്റയുടെ സഫാരി ഇറങ്ങുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ H7X എന്ന് വിളിച്ചു, അത് കഴിഞ്ഞ് പിന്നെ അതിനെ ബസാർഡ് എന്ന് വിളിച്ചു, പിന്നെ ഗ്രാവിറ്റാസ് എന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും അവസാനമാണ് സഫാരി എന്ന് പറയുന്നൊരു പേരിലേക്ക് എത്തിയത്. ഈ വാഹനം അവർ തന്നെ കോൺസെപ്റ്റ് ആദ്യം കാണിച്ചപ്പോൾ മുതൽ തന്നെ കർവ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പം പ്രൊഡക്ഷൻ സ്പെക്ക് വരുമ്പോഴേക്കും കർവ് എന്ന് വിളിക്കും എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അങ്ങനെ വിളിക്കാൻ ചാൻസ് ഇല്ല, ഒരു പേര് മാറ്റും എന്നും വേറെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും പേര് മാറ്റാനാണ് ചാൻസ് കൂടുതലെന്നാണ്. കാരണം കർവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നെയിമായിട്ട് ഇടാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കുറേ ലേറ്റസ്റ്റ് ടെസ്റ്റിംഗ് ഇമേജ് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ വാഹനം നെക്സോണിൻ്റെ തന്നെ ഒരു കൂപ്പെ SUV എന്ന് പറയുന്നൊരു ഫോമാറ്റിലാണ് വരുന്നത്. കൂപ്പെ SUV എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് ഇന്ത്യയിൽ അങ്ങനെ കിട്ടാത്ത വാഹനങ്ങളാണ്. കുറച്ചുകൂടെ പ്രീമിയം റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ BMW X4, X6, മെർസിഡീസിൻ്റെ GLE കൂപ്പെ, GLC കൂപ്പെ, അതുപോലെ ഔഡിയുടെ കൂപ്പകളുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറേ വണ്ടികൾ പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി സെഗ്മെൻറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കൂപ്പകൾ ഇപ്പോഴാണ് പുതിയതായിട്ട് ട്രെൻഡിങ് ആയി തുടങ്ങിയത്. അതിൽ ആദ്യം അനൗൺസ് ചെയ്ത വാഹനം മിക്കവാറും കർവ് തന്നെയായിരിക്കും. അതിനുശേഷം പിന്നെ മഹീന്ദ്ര അവരുടെ ഒരു പുതിയ SUV അനൗൺസ് ചെയ്തു. ഒന്നല്ല, അവർ ഇലക്ട്രിക് വണ്ടികൾ കാണിച്ച സമയത്താണ് ഇഷ്ടംപോലെ കൂപ്പകൾ കാണിച്ചത്. അതിൻ്റെ അകത്ത് അവരുടെ മഹീന്ദ്ര ലോഗോയുടെ അണ്ടറിൽ വരുന്ന XUVയുടെ കൂപ്പ ഉണ്ടായിരുന്നു, XUV E9 എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലാണ്ട് നമ്മുടെ BE റേഞ്ചിൽ വരുന്നു, ഇപ്പോൾ BE05 അങ്ങനത്തെ വണ്ടികളൊക്കെ അവർ കാണിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൂപ്പെ SUVകളുടെ പോക്ക് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സിട്രോയിൻ ബസാൾട്ടും ഈ അടുത്ത് അവർ അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ ആദ്യം കാണിച്ചത് ഈ രണ്ട് കമ്പനികളാണെങ്കിലും പ്രൊഡക്ഷൻ സ്പെക് മോഡൽ ഏറ്റവും ആദ്യം അൺവീൽ ചെയ്തത് നമ്മുടെ സിട്രോയിൻ ആണ്. കാരണം ആ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒക്കെ അവരിപ്പോൾ ഒഫീഷ്യലി പുറത്തു വിട്ടിട്ടുണ്ട്. ടാറ്റ അല്ലെങ്കിൽ മഹീന്ദ്ര ഒന്നും അവരുടെ ടെസ്റ്റിംഗ് മോഡൽസ് ഇപ്പം നമ്മൾ സ്പൈഡ് പിക്സിലൂടെയൊക്കെ കാണുന്നതല്ലാതെ ഒറിജിനൽ ഡിസൈൻ അങ്ങനെ പുറത്തു വിട്ടിട്ടില്ല. ടാറ്റ പിന്നെ ഇടയ്ക്ക് ആ ഒരു കോൺസെപ്റ്റ് വാഹനം, അതായത് ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള വാഹനങ്ങൾ 2023 ഓട്ടോ എക്സ്പോയിലും പിന്നെ ഈ അടുത്ത് നടന്ന ഭാരത് മൊബിലിറ്റി ഷോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ അത് പോട്ടെ, ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്പൈ ഷോട്ട്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വാഹനങ്ങളെ പറ്റി അറിയില്ലെങ്കിൽ നമുക്കതിൽ പറയാൻ പറ്റുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടികളൊക്കെ അതായത് കൂപ്പെ SUVs എന്ന് പറയുമ്പോൾ പൊതുവെ കാണാൻ ഏകദേശം ഒരു സെഡാൻ്റെയൊക്കെ ലുക്കായിരിക്കും. പക്ഷേ പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുമ്പോൾ, അതായത് നമുക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അത് ഈ വാഹനങ്ങളിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഏകദേശം SUVകളിൽ ഉണ്ടാകുന്ന അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും മാക്സിമം ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്ന സെഡാൻ ഒരു പക്ഷേ വെർട്ടസും സ്ലാവിയ ആയിരിക്കും. 179 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പക്ഷേ ഈ വണ്ടികളുടെ കേസ് വരുമ്പം അതിനേക്കാൾ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരിക്കും ഇതിനൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് 190 to 200 mm അടുത്ത് ഉണ്ടാവും എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഇതിൻ്റെ തന്നെ കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള, അതായത് മറ്റ് വേർഷൻസ് ആയിട്ടുള്ള നെക്സോൺ, അല്ലെങ്കിൽ ഇപ്പോൾ സിട്രോയിൻ്റെ ആണെങ്കിൽ C3 എയർക്രോസ് ആണ് അപ്പുറത്ത് നിൽക്കുന്നത്. മഹീന്ദ്രയുടെ തന്നെ സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ട്സ് വരുന്ന ഇലക്ട്രിക് വണ്ടികളാണ്. അതിന് അപ്പുറത്തെ സൈഡിൽ വേറെ SUVകളൊന്നുമില്ല. പക്ഷേ എഗെയിൻ ആ ഒരു സെയിം ബോഡി ടൈപ്പിൽ വരുന്ന കുറേ വണ്ടികൾ, ഇപ്പോൾ അതിൻ്റെ SUV, കൂപ്പെ, അങ്ങനെ കുറേ വേർഷൻസ് ആയിരിക്കും അവർ പുറത്തിറക്കാൻ പോകുന്നത്. ഞാൻ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ പറ്റി ഒരുപാട് സംഭവങ്ങൾ പറയാണ്ടിരുന്നത് ഓൾറെഡി നിങ്ങളിതൊക്കെ കണ്ടു കാണുമായിരിക്കും. കാരണം ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള ഇമേജ് ഒക്കെ ടാറ്റ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻറ്റീരിയറിൻ്റെ സ്പൈ ഷോട്ട്സ് മാത്രമേ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഒഫീഷ്യൽ ഇമേജസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ആൻഡ് ഇപ്പം ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്ന സ്പൈ ഷോട്ട്സ് അത്യാവശ്യം നല്ലതാണ്. അതായത് ഇൻറ്റീരിയർ ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബേസിക്കലി പറയാൻ പറ്റുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇൻറ്റീരിയറിൽ നിന്ന് ഈ വാഹനം കാണാൻ ഏകദേശം നെക്സോൺ പോലെയൊക്കെ ഉണ്ടാവും എന്നാണ്. ഇപ്പോൾ സിട്രോയിൻ ബസാൾട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഏകദേശം അതുപോലൊക്കെ തന്നെയായിരുന്നു. ഈ വണ്ടിയുടെ കേസിൽ ഇപ്പോൾ സ്പൈ ഷോട്ട്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഓൾമോസ്റ്റ് സെയിം ആണ് ഇൻറ്റീരിയറിൻ്റെ ഡിസൈനൊക്കെ. അത് ഒരു ക്യാമഫ്ലാജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ അതിപ്പം മിക്ക ടാറ്റ വണ്ടികളും സെയിം ആണ്. ആ ഒരു പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഗ്ലോസ് ബ്ലാക്ക് തീമൊക്കെ ഉണ്ട്. ആൻഡ് അതിൻ്റെ അകത്ത് നമുക്ക് സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ബട്ടൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇലൂമിനേറ്റഡ് ടാറ്റ ലോഗോ പരിപാടികളൊക്കെ വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ 10.25 ഇഞ്ചസിൻ്റെ ആയിരിക്കും. പക്ഷേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ടാറ്റ ഈ അടുത്ത് കാണിച്ച 12.3 ഇഞ്ചസ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആയിരിക്കാനാണ് ചാൻസ്. നമുക്ക് നെക്സോണിൻ്റെ പെട്രോൾ ഡീസൽ മാക്സിമം കിട്ടുന്നത് 10.25 ഇഞ്ച് വരെയാണ്. പക്ഷേ അതേസമയം ഇലക്ട്രിക് എടുക്കുകയാണെങ്കിൽ നെക്സോണിൽ നമുക്ക് 12.3 ഇഞ്ച് കിട്ടും. ആൻഡ് ഹാരിയർ സഫാരി ഇതിനകത്തൊക്കെ ഒരു 12.3 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റംസ് ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഗ്രാഫിക്സും ക്വാളിറ്റിയും അതുപോലെ നമുക്ക് യൂസബിലിറ്റി ഒക്കെ നല്ലതാണെങ്കിലും ഇപ്പോഴും ഈ വാഹനത്തിന് ചെറിയ ഹാങ് ആവുന്ന ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇടയ്ക്ക് തന്നെ ഷട്ട് ഓഫ് ആയി പോകും. പിന്നെ അത് ഓൺ ആവാതിരിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഇതിന് ഇനീഷ്യൽ ബാച്ചസിന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലൈറ്റർ ബാച്ചസിലേക്ക് വരുമ്പോഴേക്കും അവർ കുറച്ചൊക്കെ സോൾവ് ചെയ്ത് കാണുമായിരിക്കും. പക്ഷെ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് അടുത്താവാനായിട്ടുണ്ട്. ആദ്യം ലോഞ്ച് ആയിരിക്കില്ല, ഒബ്വിയസ്ലി അൺവീലിങ്ങും പരിപാടികളൊക്കെ ആയിരിക്കും. അതിനുശേഷമായിരിക്കും അവർ പിന്നെ പ്രൈസ് പറയുക എന്ന് പറയുന്ന ഒരു ചടങ്ങിലേക്ക് കയറുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യം അൺവീലിംഗ് ആണെങ്കിലും അത് നടക്കണമല്ലോ. അത് 2024 സെക്കൻഡ് ഹാഫ്, അതായത് ജൂണിന് ശേഷം നടക്കും എന്നാണ് പറയുന്നത്.
എന്ന് വെച്ചാൽ ഈ പറയുന്ന കൂപ്പെ SUV-കളിൽ ആദ്യം വരാൻ പോകുന്ന വാഹനം നമ്മുടെ ടാറ്റ കർവ് ആയിരിക്കും. അതിനുശേഷം പിന്നെ സിട്രോയിൻ ബസാൾട്ട് വരും. അതും കഴിഞ്ഞായിരിക്കും മഹീന്ദ്രയുടെ കൂപ്പെ SUV-കളൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും പൊതുവെയുള്ള ഡിസൈൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ കുറച്ച് ഔട്ട് ഓഫ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു ഇത്തിരി റേസ്ഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ, അതായത് ഒരു ഇത്തിരി പൊങ്ങിയിരിക്കുന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതേസമയം സിട്രോയിൻ്റെ ബസാൾട്ട് നോക്കുകയാണെങ്കിൽ അത് ഇത്തിരിയും കൂടെ മെച്ചോർ ഡിസൈനാണ്. അതിൻ്റെ ആ ഒരു കൂപ്പെ ഷേപ്പും അതുപോലെ ബാക്കിലേക്ക് വരുന്ന ടെയിൽ എൻഡിൻ്റെ പോർഷനും വന്നിരിക്കുന്നത്. ബാക്കി ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മിക്ക ടാറ്റ വാഹനങ്ങളുടെയും ഫ്രണ്ട് പ്രൊഫൈൽ ഏകദേശം ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതായത് നമ്മുടെ നെക്സോണിൻ്റെ ആ ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ തൊട്ട് കണ്ട ട്രെൻഡ്, പുതിയ ഹെഡ് ലാംപ്സ് എല്ലാത്തിലും സെയിം LED ഹെഡ് ലാംപ്സ് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ DRLസിൻ്റെ ഡിസൈൻ മിക്ക വാഹനങ്ങളിലും സെയിം ആണ്. അങ്ങനെയൊക്കെ വന്ന് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു പാറ്റേൺ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു വാഹനത്തിലും കാണാൻ പറ്റുന്നത്. അലോയ് വീൽസ് 17 അല്ലെങ്കിൽ 18 ഇഞ്ച് സൈസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കോൺസെപ്റ്റിലൊക്കെ കാണിച്ചിരിക്കുന്ന ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആയിരുന്നു. ഇതിനകത്ത് പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളിനി കണ്ടറിയേണ്ടി വരും. ഇനി റിയർ ഡിസൈൻ്റെ കേസൊക്കെ ആണെങ്കിൽ അതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചും കൂടെ യുണീക്കായിട്ട് നിൽക്കാൻ പോകുന്നത്. അതായത് ഇപ്പം പൊതുവെ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്ക് നമുക്കൊരു ഇത്തിരി വലുപ്പം കൂടിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് റേസ്ഡ് ആണ് ബാക്കിലത്തെ ഒരു പ്രൊഫൈൽ. അതുമാത്രമേ ഒരു ഇഷ്യൂ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ബാക്കിൽ നിന്നുള്ള ലുക്ക് മാത്രം നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ലുക്ക് വലിയ കുഴപ്പമില്ല. ആ ബൂട്ടിലേക്കുള്ള എക്സ്റ്റൻഷൻ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ അതുവരെയുള്ള ഡിസൈൻ കൃത്യം നമ്മൾ നെക്സോണിൽ കണ്ട സെയിം സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. അതിനുശേഷമാണ് പിന്നെ അങ്ങോട്ട് നമുക്ക് നീളം കൂടുതൽ കിട്ടുന്നതും അതുപോലെ വീൽ ബേസിൽ വ്യത്യാസം വരുന്നതും ഒക്കെ. പിന്നെ ജസ്റ്റ് റിയർ ഡിസൈൻ മാത്രം എടുക്കുകയാണെങ്കിൽ പുതിയ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് വന്നിട്ടുണ്ട്. ആൻഡ് വളരെ സ്ലീക്കായിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. താഴത്തായിട്ട് നമുക്ക് ബാക്കി മെയിൻ റിവേഴ്സ് ലാമ്പും സംഭവങ്ങളൊക്കെ വരുന്നതുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ അത്യാവശ്യം നല്ലതാണ് എന്ന് പറയാം. പിന്നെ കർവിൻ്റെ ഒരു ബാഡ്ജിങ് ഇപ്പോൾ ടാറ്റ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പോയിലർ, ഷാർക്ക് ഫിൻ ആൻറ്റിന, ഡ്യുവൽ ടോൺ റൂഫ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഡിസൈനിൻ്റെ കാര്യത്തിൽ ഈ വാഹനം നമുക്കൊരു പുതുമയാണെങ്കിലും ഇതിൻ്റെ എഞ്ചിനും ആക്ച്വലി ഒരു പുതുമയാണ്. കാരണം ടാറ്റ ഇതുവരെ എല്ലാ വാഹനങ്ങളിലും ഉപയോഗിച്ചിരുന്നത് അവരുടെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും അതുപോലെ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുമാണ്. അതിൻ്റെ അകത്ത് നെക്സോണിലൊക്കെ അവർ ടർബോ മാത്രമാണ് കൊടുത്തിരുന്നത്. 120 PS പവർ 170 Nm ടോർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ശരിക്കുള്ള റിയൽ ലൈഫ് പെർഫോമൻസിലേക്ക് വരുമ്പം MPFI എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അതിന് കമ്പാരിറ്റീവ്ലി മൈലേജ് കുറവാണ്, പെർഫോമൻസും കുറച്ച് മോശമാണ്. പക്ഷേ എന്നാൽ ഇനി വരാൻ പോകുന്ന ഈ ഒരു കർവ് മുതൽ നമുക്ക് അങ്ങോട്ട് കിട്ടാൻ പോകുന്ന ടാറ്റയുടെ പുതിയ 1.2 ലിറ്റർ TGDI, അതായത് ടർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ ടെക്നോളജി ഉപയോഗിച്ച് വരുന്ന പെട്രോൾ എഞ്ചിൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കും. മാത്രമല്ല പവർഫുള്ളും ആണ്. 125 PS പവറും അതുപോലെ 225 Nm ടോർക്കും ആണ് ഇതിനവർ നേരത്തെ പറഞ്ഞിരുന്ന പവർ ഫിഗർ. 2023 ഓട്ടോ എക്സ്പോയിൽ അൺവെയിൽ ആയ ഒരു പുതിയ എഞ്ചിനാണിത്. ഈ ഒരു സെയിം എഞ്ചിൻ വെച്ച് ഇത്രയും പവറൊക്കെ വെച്ച് വരികയാണെങ്കിൽ TGDI ആയതുകൊണ്ട് തന്നെ എന്തായാലും പഴയതിനേക്കാൾ പവറൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. അന്ന് അവരൊരു 1.5 ലിറ്റർ 170 bhp ടർബോ പെട്രോളും കാണിച്ചിരുന്നു. അത് ഇതിൻ്റെ അകത്ത് വരുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. സഫാരി ഹൈറിയറിന് വേണ്ടിയുള്ളതാണത്. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.